ഒരു മനുഷ്യൻ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുമ്പോൾ ആ പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ ജോലി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബാധിക്കുന്ന കാര്യം കേട്ടോ. ഒന്ന്, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടം. ഇതൊരു വട്ടമാണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടമാണ്? അല്ലെങ്കിൽ ഏത് പ്രവൃത്തി ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? അതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടാക്കുന്ന, ചെയ്തുകൊണ്ടിരുന്ന, സമയം പോകുന്നത് അറിയാത്ത, ഊണും ഉറക്കവും വേണ്ടാതെ ആവുന്ന എന്ത് കാര്യമാണ് നിങ്ങൾക്കുള്ളത്? ലിസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. പ്രാക്ടീസ് ആയിട്ട് വരുമ്പോൾ ഇതെന്ത് ചെയ്യണം? ലിസ്റ്റ് ഉണ്ടാക്കണം. ഇതിൻ്റെ ഇഷ്ടങ്ങളുടെ ലിസ്റ്റ്. രണ്ടാമത്തെ കാര്യം, സൊസൈറ്റിയുടെ ഡിമാൻഡുകൾ എന്തൊക്കെയാണ്? സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ഇഷ്ടം ഞാൻ എഴുതി ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ അടുത്തത് ചെയ്യേണ്ടത്, സൊസൈറ്റിയിൽ ഇന്നത്തെ കാലത്ത് വളരെ ഡിമാൻഡുള്ള എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണം, ആവശ്യമുണ്ട് സൊസൈറ്റിക്ക്. ഇതിൻ്റെ ഒരു ലിസ്റ്റ്. വലിയ ലിസ്റ്റ് ആയിരിക്കും അത്. നമുക്ക് നമുക്ക് ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളിലെ ലിസ്റ്റ് എഴുതിയാൽ മതി. എല്ലാം കൂടെ എഴുതിയാൽ ഒരുപാട് വലിയ ലിസ്റ്റാവും. അടുത്ത കാര്യം, നമ്മളുടെ സ്കില്ലുകൾ, നമ്മുടെ പ്രാവീണ്യം. നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ സ്കില്ലുണ്ട്? ആദ്യം പറഞ്ഞത് നമ്മളുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ. ഇഷ്ടങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് സ്കില്ല് ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ പറഞ്ഞത് സ്കില്ലുകളാണ്. നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാവീണ്യമുണ്ട് കണ്ടെത്തണം. എനിക്ക് നല്ല പോലെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനുള്ള കഴിവുണ്ട്. എനിക്ക് നല്ലപോലെ ചിത്രങ്ങൾ വരയ്ക്കുവാനുള്ള കഴിവുണ്ട്. എനിക്ക് നല്ലപോലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. എനിക്ക് നല്ലപോലെ എഞ്ചിനീയറിംഗ് കഴിവുണ്ട്. എനിക്ക് ആളുകളുടെ വിഷമങ്ങൾ പരിഹരിക്കുവാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ എന്തും ഗൂഡ്സ് ഓർ സർവീസ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ സ്കില്ല്. എനിക്ക് മെക്കാനിക് സ്കില്ലുണ്ട്, എനിക്ക് മരപ്പണി ചെയ്യാനുള്ള സ്കില്ലുണ്ട്, എനിക്ക് മണ്ണിൽ പണി ചെയ്യാനുള്ള സ്കില്ലുണ്ട്, എനിക്ക് കൃഷിയുടെ സ്കില്ലുണ്ട്. എന്ത് സ്കില്ലാണ് എനിക്കുള്ളത്? ചിലപ്പോൾ കുറേ എണ്ണം ഉണ്ടാവും. എഴുതുക, എല്ലാം എഴുതുക. അടുത്തതാണ്, എനിക്ക് എന്ത് പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 4 റൗണ്ടുകളാണ്. എനിക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ട്, ഈ സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, എനിക്ക് എന്തൊക്കെ സ്കില്ലുകളുണ്ട്, എനിക്ക് എത്ര പണം വേണം, എനിക്ക് ജീവിക്കാൻ എത്ര പൈസ ആവശ്യമുണ്ട്, ഞാൻ എന്ത് പ്രതിഫലമാണ് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. ഈ 4 കാര്യങ്ങളുടെ ലിസ്റ്റ് നമുക്കുണ്ടായിരിക്കും. ഇത് 4 കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് 4ഉം ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ കരിയർ ലൈഫ് എന്ന് പറയുന്നത് ഈ 4ൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഇതെങ്ങനെയൊക്കെ കോമ്പിനേറ്റ് ആവും? നിങ്ങൾ ആ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിന്റെ കോമ്പിനേഷൻ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക? നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യവും നിങ്ങൾക്ക് സ്കില്ലുള്ള കാര്യവും ഒന്നാണെന്ന് വിചാരിച്ചോ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് സ്കില്ലുമുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് പാഷൻ. നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് സ്കില്ലുള്ള ഒരു കാര്യം. നമുക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളതുകൊണ്ട് പാഷൻ ആവില്ല കേട്ടോ. പല ആളുകളും പാഷനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് അത് പാഷൻ ആവില്ല. അതിനൊരു ഡ്രീം മാത്രമേ പറയുള്ളൂ. പാഷൻ എന്തിനാ പറയുക? എനിക്ക് ഫുട്ബോൾ കളിക്കുന്ന ഇഷ്ടമാണ്, എനിക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയും ചെയ്യാം, നല്ല പോലെ അറിയാമെങ്കിൽ അതെൻ്റെ പാഷനാണ്. എനിക്ക് ഫുട്ബോൾ കളിക്കുന്നത് ഇഷ്ടമാണ്, പക്ഷേ അതിൻ്റെ ABCD അറിയില്ല, അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും ഒന്നും അറിയില്ല എങ്കിൽ അത് പാഷനല്ല. പാഷൻ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നിങ്ങൾക്കത് ചെയ്യാൻ ഇഷ്ടമുണ്ടോ? മറ്റൊന്നത്, ചെയ്യാനുള്ള സ്കില്ലുണ്ടോ? ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഈ 2 റൗണ്ടുകൾ ജോയിന്റ് ആവുന്ന ഭാഗമാണ് നിങ്ങളുടെ അഭിനിവേശം, നിങ്ങളുടെ പാഷനായിട്ട് മാറും. ഇനി ഇത് രണ്ടും അല്ല വിചാരിച്ചോ, നിങ്ങളുടെ ഇഷ്ടമുണ്ട്, അവിടെ തന്നെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് സ്കില്ലില്ല. നിങ്ങളുടെ ഇഷ്ടമുണ്ട്, എന്നാൽ മറ്റൊരു സൈഡിൽ സമൂഹത്തിന് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അത് സമൂഹത്തിന് ആവശ്യമുള്ള കാര്യമാണ്. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിഷനാണ്. മിഷൻ, ദൗത്യം, അത് നിങ്ങൾ ഏറ്റെടുക്കണം. ആ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം. അതിൽ ലാഭമോ നഷ്ടമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സംതൃപ്തി കിട്ടും. നിങ്ങൾക്കത് ഇഷ്ടവുമുണ്ട്, സമൂഹത്തിന് അത് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ ആ കാര്യം ചെയ്യുക. സ്കില്ലുണ്ടോ എന്നുള്ളത് നോക്കണ്ട. ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരൊക്കെ വല്ല സ്കില്ലും വേണോ അതിന്? രാഷ്ട്രീയക്കാരൊക്കെ അവർക്കത് ചെയ്യാൻ ഇഷ്ടമുണ്ട്, സൊസൈറ്റിക്ക് അത് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അവരത് ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് മേഖലകളുണ്ട് കേട്ടോ. സ്കില്ല് വേണ്ട, പക്ഷെ ഇഷ്ടം വേണം, സൊസൈറ്റിക്ക് അതിൻ്റെ ഒരു നീഡും വേണം. അങ്ങനെയുള്ള ജോലികളും ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഇത് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ മിഷൻ എന്ന് പറയുക. നമ്മളൊരു മിഷണറി ആയി മാറും. അങ്ങനെയാവും. ഇനി സമൂഹത്തിന്റെ ആവശ്യങ്ങൾ എനിക്ക് പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റും, ബട്ട് എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് സ്കില്ലും ഇല്ല, ബട്ട് എനിക്ക് പ്രതിഫലം കിട്ടും. സമൂഹത്തിന് ആവശ്യങ്ങളുണ്ട്,
എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട്, സമൂഹത്തിന് എൻ്റെ സർവീസോ എൻ്റെ ഗൂഡ്സോ സർവീസോ ആവശ്യമുണ്ട്, എനിക്ക് പ്രതിഫലം ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു. ഒരു സൈഡിൽ പ്രതിഫലം, മറ്റൊരു സൈഡിൽ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ആ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. ഇതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് തൊഴിലാണ്. അതിനെ തൊഴിൽ എന്നാണ് പറയുന്നത്. സമൂഹത്തിൻ്റെ ആവശ്യം നിങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും. എല്ലാവർക്കും പപ്പടം വേണം, നിങ്ങൾ പപ്പടം ഉണ്ടാക്കി വെക്കുന്നു, തൊഴിലാണ്. എല്ലാവർക്കും ടാക്സി വേണം, നിങ്ങളൊരു ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്നു, തൊഴിലാണ്. എല്ലാവർക്കും ബസ് വേണം, നിങ്ങളൊരു ബസ്സിൻ്റെ ഡ്രൈവറോ കണ്ടക്ടറൊക്കെയാണ്, തൊഴിലാണ്. സൊസൈറ്റിയുടെ ആവശ്യം നടക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രതിഫലവും കിട്ടുന്നുണ്ട്, ഇത് തൊഴിലാണ്. ഇനി അത് വിട്ടു, സൊസൈറ്റിയുടെ ആവശ്യം വിട്ടു, നിങ്ങൾക്ക് പ്രതിഫലം ആവശ്യമുണ്ട്, നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്രാവീണ്യവുമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കില്ലുണ്ട്. നിങ്ങളുടെ സ്കില്ല് ഉപയോഗിച്ച് നിങ്ങൾ പ്രതിഫലം ഉണ്ടാകും. സൊസൈറ്റിക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ സൊസൈറ്റി തീരുമാനിക്കട്ടെ, ഇഷ്ടമുണ്ടോ ഇല്ലയോ ഇതൊന്നും ഇവിടെ പരിഗണിക്കുന്നില്ല. നിങ്ങൾക്ക് സ്കില്ലുണ്ട്, നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഉദ്യോഗം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? പ്രൊഫഷൻ. സർക്കാർ ഉദ്യോഗമൊക്കെ ഇതിലാപ്പെടും. നമ്മൾക്ക് പ്രാവീണ്യം ഉണ്ടായിരിക്കണം ആ കാര്യം ചെയ്യാൻ, ആ ഒരു കാര്യം ചെയ്യുവാനുള്ള ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം, അത്ര തന്നെ. വലിയ താല്പര്യമൊന്നും ഉണ്ടായിരിക്കണം, ഇഷ്ടമൊന്നും ഉണ്ടായിരിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അവിടെ ഇഷ്ടവും സമൂഹത്തിന്റെ ആവശ്യവും നിരസിക്കപ്പെട്ടു, പ്രാവീണ്യമുണ്ട്, പണവും കിട്ടും. ഈ പ്രാവീണ്യം ഉപയോഗിച്ചാൽ ഈ പണം ഉണ്ടാക്കാൻ പറ്റും. ഇത് രണ്ടും കൂടെ ചേരുന്നത് പ്രൊഫഷൻ. ഇതാണ് 4 പോയിന്റ്. പ്രാവീണ്യവും ഇഷ്ടവും ചേരുമ്പോൾ പാഷൻ, ഇഷ്ടവും സമൂഹത്തിന്റെ ആവശ്യവും ചേരുമ്പോൾ മിഷൻ, സമൂഹത്തിന്റെ ആവശ്യവും ലഭിക്കുന്ന പ്രതിഫലവും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തൊഴിൽ, ലഭിക്കുന്ന പ്രതിഫലവും നിങ്ങളുടെ പ്രാവീണ്യവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ പ്രൊഫഷൻ. ഇതാണ്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം നിങ്ങളൊരു പാഷൻ ഫോളോ ചെയ്യണം, നിങ്ങളൊരു മിഷൻ ഫോളോ ചെയ്യണം, ഒരു തൊഴിൽ ഫോളോ ചെയ്യണം, ഒരു പ്രൊഫഷൻ ഫോളോ ചെയ്യണം എന്നുള്ളത്. ഈ തൊഴിലും പ്രൊഫഷനും തമ്മിലുള്ള വ്യത്യാസമൊക്കെ മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഈ ഇക്കിഗായിയുടെ സ്ട്രക്ചർ കിടക്കുന്നത്. ഇനി അപൂർവം ചില ആളുകൾക്ക് അവർക്കത് ഇഷ്ടവും ഉണ്ടായിരിക്കും, സമൂഹത്തിന് അത് ആവശ്യം ഉണ്ടായിരിക്കും, അവർക്കതിൽ നിന്ന് പ്രതിഫലവും കിട്ടുന്നുണ്ടായിരിക്കും, അവർക്കതിൽ സ്കില്ലും ഉണ്ടായിരിക്കും. അവർക്കതിൽ ഇഷ്ടം ഉണ്ടാവും, സമൂഹത്തിന് ആവശ്യം ഉണ്ടാവും, പൈസയും കിട്ടുന്നുണ്ടാവും, സ്കില്ലും ഉണ്ടാവും. അതെല്ലാം കൂടെ ചേരുന്നതാണ് നടുവിലെ പോയിന്റ്. 100% ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. അവരൊരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. അങ്ങനെയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ്, അത് മനസ്സിലാക്കുക.